ബംഗളൂരു മുംബൈ യാത്രയെ കൂടുതൽ വേഗത്തിലും ആധുനിക സൗകര്യങ്ങളോടെയും മാറ്റിമറിക്കാൻ പോകുന്ന പുതിയ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ സർവീസ് ഈ വർഷം ജൂൺ അവസാനത്തോടെ ആരംഭിക്കുമെന്ന് കേന്ദ്ര സർക്കാർ സൂചന നൽകി. ഏറെ നാളായി യാത്രക്കാരും വ്യവസായ മേഖലയും ഒക്കെ കാത്തിരുന്ന ഈ പ്രഖ്യാപനം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണെന്ന് കേന്ദ്ര ഭക്ഷ്യ ഉപഭോക്തൃകാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. കർണാടകയുടെ മധ്യഭാഗങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ പുതിയ ട്രെയിൻ തുംകുരു, ദാവണഗെരെ, ഹാവേരി, ഹുബ്ബള്ളി, ധാർവാഡ്, ബലഗാവി തുടങ്ങിയ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും സർവീസ് നടത്തുക. നിലവിൽ ഉപയോഗിക്കുന്ന സോളാപൂർ റൂട്ടിനേക്കാൾ കാര്യക്ഷമമായ ഈ പുതിയ പാത യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷ. കുറച്ചു സ്റ്റോപ്പുകൾ മാത്രമുള്ളതിനാൽ ബംഗളൂരുവിനും മുംബൈക്കുമിടയിലെ ദീർഘദൂര യാത്ര കൂടുതൽ സൗകര്യപ്രദവും വേഗമേറിയതുമായിരിക്കും. ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് മുംബൈയിലേക്കുള്ള നേരിട്ടുള്ള ട്രെയിൻ യാത്രയ്ക്ക് ഏകദേശം 20 മുതൽ 24 മണിക്കൂർ വരെ എടുക്കുന്നുണ്ട്. പ്രധാനമായും ഉദ്യാൻ എക്സ്പ്രസ് ആണ് ഈ രണ്ട് മഹാനഗരങ്ങളെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന പ്രധാന ട്രെയിൻ. ഏകദേശം 1136 കിലോമീറ്റർ ദൂരം പിന്നിടാൻ ഒരു പൂർണ്ണ ദിവസം വേണ്ടിവരുന്ന സാഹചര്യത്തിലാണ് പുതിയ സൂപ്പർഫാസ്റ്റ് സർവീസ് വലിയ പ്രതീക്ഷയായി മാറുന്നത്. പുതിയ ട്രെയിൻ സർവീസിലൂടെ യാത്രാസമയം 14 മുതൽ 16 മണിക്കൂറിനുള്ളിൽ ചുരുങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ട്രെയിൻ സാധാരണ സൂപ്പർഫാസ്റ്റ് സർവീസായി മാത്രമല്ല രാജ്യത്തിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ വന്ദേ ഭാരത് എക്സ്പ്രസ് സ്ലീപ്പർ പതിപ്പായി അവതരിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയും കൂടുതൽ യാത്രാ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ട്രെയിനിൽ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത 16 കോച്ചുകൾ ഉണ്ടാകും. ഏകദേശം 823 യാത്രക്കാരെ ഒരേ സമയം സുഖപ്രദമായി യാത്ര ചെയ്യിക്കാൻ കഴിയുന്ന ശേഷിയാണ് ഇതിനുണ്ടാവുക. ദീർഘദൂര യാത്രകളിൽ കൂടുതൽ ആശ്വാസം നൽകുന്നതിനായി എർഗണോമിക് മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത സ്ലീപ്പിംഗ് ബർത്തുകൾ, മെച്ചപ്പെടുത്തിയ സസ്പെൻഷൻ സംവിധാനം, കുറഞ്ഞ കുലുക്കം, ശബ്ദ നിയന്ത്രണം, ആധുനിക ലൈറ്റിംഗ് സംവിധാനം, ചാർജിംഗ് പോയിന്റുകൾ, ബയോവാക്വം ടോയ്ലറ്റുകൾ തുടങ്ങിയ സൗകര്യങ്ങളും ട്രെയിനിൽ ഉൾപ്പെടുത്തും. മണിക്കൂറിൽ 180 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ട്രെയിനായിരിക്കും ഇത്. ഇന്ത്യൻ റെയിൽവേയുടെ ഭാവി ദിശ നിർണ്ണയിക്കുന്ന അത്യാധുനിക സർവീസുകളിൽ ഒന്നായി ഈ ട്രെയിൻ മാറുമെന്നാണ് വിലയിരുത്തൽ. ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര പുനർവികസനവും ഈ പദ്ധതിയുടെ ഭാഗമായി പരിഗണനയിലുണ്ട്. ആധുനിക യാത്രാ സൗകര്യങ്ങൾ, മെച്ചപ്പെടുത്തിയ പ്ലാറ്റ്ഫോമുകൾ, ഡിജിറ്റൽ വിവര സംവിധാനങ്ങൾ, മികച്ച കാത്തിരിപ്പ് ഹാളുകൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയോടെ സ്റ്റേഷൻ നവീകരിക്കാൻ പദ്ധതിയിടുന്നതായി കേന്ദ്രമന്ത്രിമാർ അറിയിച്ചു. കൂടാതെ ലോകാപൂർ, സവദത്തി, ധാർവാഡ് പുതിയ റെയിൽപാതയ്ക്കായുള്ള സർവേയും ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിവരമുണ്ട്. കർണാടകയിലെ വ്യവസായ വാണിജ്യ കേന്ദ്രങ്ങളായ ഹുബ്ബള്ളി, ബലഗാവി തുടങ്ങിയ നഗരങ്ങൾക്ക് ഈ ട്രെയിൻ വലിയ സാമ്പത്തിക ഗുണം നൽകുമെന്നാണ് വിലയിരുത്തൽ. ബംഗളൂരു, മുംബൈ എന്നീ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവര സാങ്കേതിക, വ്യാപാര, ധനകാര്യ നഗരങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതോടെ ബിസിനസ് യാത്രകൾക്കും വിനോദസഞ്ചാരത്തിനും വലിയ ഉത്തേജനം ലഭിക്കും. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ബംഗളൂരു മുംബൈ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ പദ്ധതി ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത്. തുടർന്ന് ഈ വർഷം ഏപ്രിൽ ട്രെയിൻ വന്ദേ ഭാരത് സ്ലീപ്പർ മോഡലായിരിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിനു മുൻപ് ഈ വർഷം ജനുവരി 17 ഹൗറ കാമാഖ്യ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിച്ചിരുന്നതും രാജ്യത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്ക് മികച്ച പ്രതികരണം ലഭിച്ചതും ശ്രദ്ധേയമാണ്. ഇതിനു പുറമെ ബംഗളൂരു പൂനെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനും ഈ വർഷം ഡിസംബറോടെ സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ ദക്ഷിണേന്ത്യയും പാശ്ചാത്യ ഇന്ത്യയും തമ്മിലുള്ള റെയിൽ കണക്ടിവിറ്റി പുതിയ തലത്തിലേക്ക് ഉയരുമെന്നാണ് യാത്രക്കാരുടെയും റെയിൽവേ വിദഗ്ധരുടെയും വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.